ആംബുലൻസ് സമർപ്പിച്ചു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ 2024-25 പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ച രൂപയ്ക്കാണ് ആംബുലൻസ് നാടിന് സമർപ്പിച്ചത്. ചൊവ്വാഴ്ച പൂക്കോട്ടുകാവ് സെന്ററിൽ നടന്ന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ചുമതലയിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നയാളായിരുന്നു ഞാൻ. സ്വാഭാവികമായും ഇവിടുത്തെ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ MLA എന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഇടപെടാനാവുക എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ഇതിന്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന സുനിലേട്ടനോട് പാലിയേറ്റീവിന് ഒരു ആംബുലൻസ് നൽകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപയാണ് ഇവിടെ ആംബുലൻസ് എന്ന നിലയിൽ നമുക്ക് വകയിരുത്താൻ MLA എന്ന നിലയിൽ ഉദ്ദേശിച്ചത്. ഈക്കോ വാഹനമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. 10 ലക്ഷം തികച്ചു വരില്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും തീർത്താലും ഒരു 10 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമേ നമുക്ക് വരികയുള്ളൂ. അതിന്റെ ഇൻഷുറൻസ് ഉൾപ്പെടെ വണ്ടിയുടെ മറ്റു വർക്കുകളെല്ലാം ചെയ്താലും. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ P അധ്യക്ഷയായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആഷിഫ് P, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ കെ ജയദേവൻ, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ഹരിശങ്കർ, പൂക്കോട്ടുകാവ് വിനീഷ് സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം പ്രസിഡന്റ് വള്ളൂർ രാമകൃഷ്ണൻ, സെക്രട്ടറി AM സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മരിച്ചാൽ ബോഡി കൊണ്ടുപോവാ എന്നുള്ള ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. 11 ആംബുലൻസ് അതാണ് 10 ലക്ഷം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. പക്ഷെ അത് വികസിച്ച് വന്നിട്ട് ഇപ്പൊ എവിടെ എത്തി? നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ രോഗികളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള ഒരു ആംബുലൻസ് ആയിട്ട് അത് മാറി. അപ്പോ കയറ്റാൻ പറ്റുമോ? ഇത്ര ആർഭാട് അതിന് ചിലപ്പോൾ വേണ്ടിയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ ഒന്നിച്ചാണ് കയറ്റുക. അപ്പൊ പ്രഭാരേട്ടന്റെ ഒരു വാശിയാണ് ഒരർത്ഥത്തിൽ, അങ്ങനെ തന്നെ പറയാം. ഈ വികസിത സമൂഹങ്ങളിലൊക്കെ ബോഡി കയറ്റാനൊന്ന്, രോഗികളെ കൊണ്ടുപോകാനൊന്ന്, നമ്മളിത് ഇതിങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് മറ്റേതാണ് കയറ്റുകയില്ല. അപ്പോൾ ഐവർ മഠത്തിലേക്ക് കൊണ്ടുപോയി അതേ ആംബുലൻസ് വന്നിട്ട് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിലേക്ക് കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.